കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ വൈകുന്നതായി പരാതി. വാഹനമിടിച്ച് കൈയുടെ എല്ല് പൊട്ടിയ വയോധികന് ശസ്ത്രക്രിയയ്ക്ക് ഡേറ്റ് നൽകിയില്ല എന്നാണ് ആരോപണം. പിന്നാലെ വയോധികൻ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചു. ആശുപത്രിയിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ കുറവുണ്ടാകാമെന്ന് അധികൃതരുടെ വിശദീകരണം. ചൊവ്വാഴ്ച രാവിലെയാണ് പത്രവിതരണക്കാരനായ കുഞ്ഞികൃഷ്ണനെ പേരാമ്പ്ര പാലേരിയിൽ വെച്ച് വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞികൃഷ്ണനെ ആദ്യം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർമാർ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അറിയിച്ചു. എന്നാൽ എപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാനാകുമെന്ന് അധികൃതർ പറഞ്ഞില്ല. സർജിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ പുറത്തുനിന്ന് വാങ്ങാൻ ആവശ്യപ്പെട്ടതായും കുഞ്ഞികൃഷ്ണന്റെ കുടുംബം പറയുന്നു. ഓരോ ടെസ്റ്റും ചെയ്തു, അത് പുറത്തേക്കാണ് ഇവർ എഴുതുന്നത്. എല്ലാ ടെസ്റ്റും പുറത്തേക്കായിരുന്നു. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഇവർ പറയുന്നില്ല. ഇപ്പോൾ ശസ്ത്രക്രിയക്ക് ഇനിയും സാധനങ്ങൾ വേണ്ടി വരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇതോടെ കുടുംബം സ്വകാര്യ ആശുപത്രിയെ ശസ്ത്രക്രിയയ്ക്കായി സമീപിച്ചു. അതേസമയം പരിക്കിന്റെ ഗൌരവമനുസരിച്ചാണ് ശസ്ത്രക്രിയകൾ നടത്താറുള്ളത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഉപകരണങ്ങൾ കുറവായതിനാലാകാം പുറത്തുനിന്ന് വാങ്ങാൻ ആവശ്യപ്പെട്ടത് എന്നും അധികൃതർ പറയുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കോടികൾ കുടിശ്ശിക വന്നതോടെയാണ് ഉപകരണങ്ങളുടെ വിതരണം വിതരണക്കാർ അവസാനിപ്പിച്ചത്. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. റിപ്പോർട്ടർ, കോഴിക്കോട്.